വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ 1-ാം ക്ലാസ് വരെ ക്വിസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാണ് ക്വിസ് ചെയ്യുക? അതിനായിട്ട് ആദ്യം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന നീല നിറത്തിലുള്ളതാണ് ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൈറ്റിലേക്ക് പോകും. ശേഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം, മുകളിലെ ഈ ബോക്സിൽ 4 ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? ഒന്ന് അ, ഇ, ഉ, മ. ഇതൊക്കെ ഇതിൽ പെട്ടതാണ്. അതായത് ഓരോ ചോദ്യം കൊടുത്തിട്ടുണ്ട്. 1-ാമത്തെ ഖണ്ഡങ്ങൾ ഇവിടെ സ്പേസ് വിട്ടിട്ടുണ്ട്, എന്നിട്ട് ദബുൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഈ ബോക്സിലാണ് കൊടുക്കുക. അക്ഷരം ഏതാണ്? അതെ, ആ എന്നതാണ്. അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? അതിൽ അമർത്തി പിടിച്ചിട്ട് താഴേക്ക് എന്ത് ചെയ്യുക? കൊണ്ടുവരിക. എന്നിട്ട് ഈ കാണുന്ന ഈ ബോക്സ് ഇടുക. അവിടെ ആ എന്ന് കാണാം. ഇനി അതുപോലെ ബറുൻ എന്ന് എഴുതിയിട്ടുണ്ട്. 2-ാമത്തെ ചോദ്യം ബറുൻ. അപ്പോൾ ഇവിടെ ഏതോ ഒരു അക്ഷരം വിട്ടുപോയിട്ടുണ്ട്. അത് മുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഏതാണ്? ഇ. അപ്പോൾ ആ ഇ എന്ന അക്ഷരത്തിൽ അമർത്തി പിടിക്കുക. എന്നിട്ട് നേരെ താഴത്തേക്ക് കൊണ്ടുവരിക. വിടാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇവിടെ ഇടുക. ഇനി 3-ാമത്തേത് ചോദ്യം ഇവിടെ മുൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഏതോ ഒരു അക്ഷരം പോയിട്ടുണ്ട് തുടക്കത്തിലുള്ള. അതേതാണ്? അതെ, ഉ എന്നതാണ്. അപ്പോൾ അത് അമർത്തി പിടിച്ചിട്ട് നേരെ ഈ കുളത്ത് കൊണ്ടിടുക. മനസ്സിലായില്ലേ? ഇവിടുന്ന് അമർത്തി പിടിക്കുക, നേരെ ഈ കുളത്ത് കൊണ്ടിടുക. അവസാനത്തത് മഹ്ദുൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. അവിടെ മഹ്ദുൻ എന്നാണ് വേണ്ടത്. മ എന്ന അക്ഷരം മുകളിലുണ്ട്. അവിടുന്ന് എന്ത് ചെയ്യുക? ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് ഇടുക. അപ്പോൾ ഇത് ഫുള്ള് പൂർത്തിയായി. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഫുള്ള് ശരിയാണെങ്കിൽ മുഴുവനും പച്ച നിറത്തിലായിരിക്കും. ഏതെങ്കിലും ഒന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ ചുവന്ന നിറത്തിലായിരിക്കും ഇവിടെ കാണിക്കുക. ഇനി അടുത്തത് നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ചോദ്യങ്ങൾ വരും. ഇവിടെ കാണാം, ഇവിടെ ഏതോ അക്ഷരം പോയിട്ടുണ്ട്. ഏതാണ്? ആ, ദാല്. അത് അമർത്തി പിടിക്കുക ദാലുമേ, എന്നിട്ട് ഈ കുളത്തേക്ക് ഇടുക. അതുപോലെ ഉമ്മുൻ. ഉമ്മുൻ എന്നതിന് യോജിച്ച ഒരു ചിത്രം ഇവിടെ ഉണ്ട്. അതേതാണ്? കണ്ടോ? ഉമ്മ അല്ലേ? ഇനി അടുത്തത് സൂചി. സൂചിക്ക് പറയുന്നത് ഇബറുൻ. അത് ഇങ്ങോട്ട് എടുത്തിട്ട് കേട്ടോ, അമർത്തി പിടിക്കുക, എന്നിട്ട് ഇവിടെ കൊടുത്തിടുക. അമർത്തി പിടിക്കണം, കുളത്ത് കൊണ്ടിടുക. അവസാനം ദൽവുൻ. ബക്കറ്റിന് പറയുന്ന അറബിയിലെ പേരാണ് ദൽവുൻ. അത് ഈ കുളത്തേക്ക് കൊടുത്തിടുക. അപ്പോൾ അതും പൂർത്തിയായി.